ഭക്തിയും അതിർത്തി രാഷ്ട്രീയവും ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ മുട്ടി നിൽക്കുകയാണ്. ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും വലിയ പുണ്യയാത്രയായ കൈലാസ മാനസരോവർ യാത്രയ്ക്ക് നേരെ അയൽരാജ്യമായ നേപ്പാൾ കരിങ്കൊടി കാണിച്ചതാണ് ഇപ്പോഴത്തെ പുതിയ വിവാദം. ഉത്തരാഖണ്ഡ് അതിർത്തിയിലെ ലിബുലേഖ് ചുരം, അതായത് മലനിരകൾക്കിടയിലെ ഒരു ഇടുങ്ങിയ വഴി, ഇതിലൂടെയാണ് ഇന്ത്യക്കാർ തീർത്ഥാടനത്തിന് പോകുന്നത്. എന്നാൽ ഈ വഴി കടന്നു പോകുന്നത് തങ്ങളുടെ മണ്ണിലൂടെയാണെന്ന് അവകാശപ്പെട്ട് നേപ്പാൾ രംഗത്തെത്തിയതോടെ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കരിനിഴൽ വീണിരിക്കുകയാണ്. അങ്ങനെ ശിവന്റെ പൂങ്കാവനത്തിലേക്കുള്ള വഴിയിൽ ഇപ്പോൾ പുകയുന്നത് കടുത്ത ഭൗമരാഷ്ട്രീയമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ലിബുലേഖ് തർക്കം എന്ന് നോക്കാം. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഇതിനു മുന്നിൽ 200 വർഷം മുൻപ് വെള്ളക്കാരൻ ഉണ്ടാക്കി വെച്ച ഒരു കെണിയുണ്ട്. 1816 ബ്രിട്ടീഷുകാരും നേപ്പാളും തമ്മിൽ ഒപ്പിട്ട ഒരു അതിർത്തി കരാറുണ്ട്. കാളി നദി ഒഴുകുന്ന ലൈനാണ് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും അതിർത്തി എന്നാണ് അന്ന് വെള്ളക്കാരൻ എഴുതി വെച്ചത്. പക്ഷേ ഒരു പുഴ തുടങ്ങുന്നിടത്ത് ഒട്ടനവധി ചെറിയ നീരുറവകൾ കാണുമല്ലോ. ഈ കാളി നദി കൃത്യമായി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് എന്ന് വെള്ളക്കാരൻ കരാറിൽ വ്യക്തമായി എഴുതിയിട്ടില്ല. നമ്മൾ മലയാളികൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. തമിഴ്നാടുമായിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ 999 വർഷത്തിന്റെ കരാർ ഉണ്ടാക്കി നമ്മളെ ചതിച്ച അതേ ബ്രിട്ടീഷ് വക്രബുദ്ധി തന്നെയാണ് ഇവിടെയും വിനയായത്. ഭാരതം ഭരിച്ചു മുടിച്ചിട്ട് പോയപ്പോൾ അവർ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഒട്ടനവധി കുഴിബോംബുകൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അതിലൊന്നാണ് ഈ അതിർത്തി തർക്കവും. ഇപ്പോൾ നേപ്പാൾ പറയുന്നത് കാളി നദി തുടങ്ങുന്നത് ലിംബിയാദുര എന്ന സ്ഥലത്ത് നിന്നാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ലിബുലേഖ് ചുരം നേപ്പാളിന്റെ ഭാഗമാകും. എന്നാൽ ഇന്ത്യ പറയുന്നത് നദി തുടങ്ങുന്നത് മറ്റൊരിടത്താണ് എന്നാണ്. അതുകൊണ്ട് ഈ വഴി പണ്ടേ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. 1954 മുതൽ, അതായത് കഴിഞ്ഞ 70 വർഷത്തിലധികമായി ഇന്ത്യക്കാർ കൈലാസ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പരമ്പരാഗത പാതയുമാണത്. ഇവിടെയാണ് ചൈനയും ഇതിലേക്ക് കടന്നു വരുന്നത്. ശിവന്റെ വാസസ്ഥലമായിട്ടുള്ള കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. ഇനി ഈ ടിബറ്റ് ആകട്ടെ ഇപ്പോൾ ചൈനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുമാണ്. അതുകൊണ്ട് ഭക്തർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ച നടത്തി അനുമതി വാങ്ങണം. 2026 യാത്രയ്ക്കായി ഇന്ത്യയും ചൈനയും തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചപ്പോഴാണ് നേപ്പാൾ ഇടയ്ക്ക് കയറി വരുന്നത്. ഞങ്ങളുടെ സ്ഥലത്തിലൂടെ യാത്ര പോകുമ്പോൾ ഞങ്ങളോട് അനുവാദം ചോദിക്കണ്ടേ എന്നാണ് നേപ്പാളിന്റെ ചോദ്യം. രണ്ട് വൻശക്തികളായ ഇന്ത്യയും ചൈനയും ചേർന്ന് തങ്ങളെ വിലവെക്കാതെ കാര്യങ്ങൾ തീരുമാനിക്കുമോ എന്ന നേപ്പാളിന്റെ ഭയമാണ് ഒടുവിൽ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു ഭക്തരുടെ വഴി തടയുന്ന അവസ്ഥയിലേക്ക് നേപ്പാളിനെ എത്തിച്ചത്. എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും ഇല്ലാത്ത ഒരു മോഡ നേപ്പാൾ ഇപ്പോൾ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രധാന കാരണം അവിടുത്തെ നേപ്പാളിലെ ആഭ്യന്തര രാഷ്ട്രീയം തന്നെയാണ്. ഇന്ന് ലോകത്തിലെ അപ്കമിംഗ് ഡോൺ ആണല്ലോ നമ്മൾ, ഇന്ത്യ. അതിവേഗം സൂപ്പർ പവർ പദവിയിലേക്ക് കുതിക്കുന്ന രാജ്യമാണല്ലോ ഭാരതം. പക്ഷെ ആ വളർച്ചയിൽ ഒട്ടും അസൂയയില്ലാത്ത കുറച്ച് അയൽക്കാരെയാണ് നിർഭാഗ്യവശാൽ നമുക്ക് ചുറ്റും കിട്ടിയിരിക്കുന്നത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ കാണുന്നത് പോലെ നേപ്പാളിലെ രാഷ്ട്രീയക്കാർക്കും ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിക്കണമെങ്കിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കണം എന്നൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. സ്വന്തം രാജ്യത്തിന്റെ ഭൂപടം മാറ്റിവരച്ച് ഈ തർക്കപ്രദേശങ്ങൾ നേപ്പാളിന്റേതാണെന്ന് അവർ സ്വന്തം ഭരണഘടനയിൽ വരെ എഴുതി ചേർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ കുറച്ചെങ്കിലും അയവ് കാണിച്ചാൽ അവിടുത്തെ സർക്കാരിന് ഭരണം നഷ്ടപ്പെടും എന്നവർ ഭയപ്പെടുന്നു. ചുരുക്കത്തിൽ ഇതൊരു വെറും അതിർത്തി തർക്കമല്ല, സാധാരണക്കാരുടെ വിശ്വാസവും രാജ്യങ്ങളുടെ പരമാധികാരവും തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ്. ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട അതിർത്തി പ്രശ്നങ്ങൾ പാവം ഭക്തരുടെ തീർത്ഥാടന പാതകളിൽ തടസ്സമായി മാറുമ്പോൾ നയതന്ത്ര മേഖലയിലെ അടുത്ത നീക്കം എന്താകുമെന്നാണ് ഇനി കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് കേരള.